എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂൾ അവസാനിപ്പിച്ചിട്ടാണ് നിർത്തിയത്. ഈ രണ്ട് മൊഡ്യൂളുകളിലൂടെ ആയിട്ട് നമ്മൾ ബ്രിട്ടൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും പുതിയ താളുകളിലൂടെയാണ് കടന്നുപോയത്. ഞാൻ ഏറ്റവും പുതിയ താളുകളെന്ന് വിശേഷിപ്പിക്കാൻ കാരണം, നമ്മൾ തുടങ്ങിയ ഫസ്റ്റ് സെഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, 3500 വർഷങ്ങൾക്ക് മുൻപേയുള്ള ഹിസ്റ്ററിയാണ് നമ്മൾ പഠിച്ചത്. ജിയോഗ്രഫിക്കൽ ഏരിയയും അവരുടെ ഏർലി ഇൻഹെബിറ്റൻസും അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വളരെ വർഷങ്ങളോളം പിന്നിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇന്നത് 1800കളിലും 850കളിലും 1900ലേക്കും എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ചരിത്രം ഇപ്പം നിൽക്കുന്നതിൽ നിന്ന് 120 വർഷം മാത്രമാണ് പിന്നിലോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്കത് അല്പം കൂടി നമ്മൾ അടുക്കാറായി, നമ്മുടെ മോഡേൺ ഏജിലേക്ക് നമ്മൾ എത്തി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇനിയുള്ള 2 മൊഡ്യൂളും 3ഉം 4ഉം മൊഡ്യൂളുകൾ, അതിൽ 3 കമ്പാരിറ്റീവ്ലി ഇത്തിരി വലുതായിരിക്കും, 4 വളരെ ചെറുതെന്ന് വെച്ചാൽ വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. അപ്പോൾ ഈ 3ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ വിക്ടോറിയൻ രാജ്ഞിയുടെ ഭരണ സംവിധാനത്തിലൂടെ കടന്നു പോകുന്നു. ക്യൂൺ വിക്ടോറിയയ്ക്കും ക്യൂൺ എലിസബത്തിനും എന്തുകൊണ്ട് ഇത്ര പെക്യുലിയാരിറ്റി കിട്ടി എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ സെമ്മിൻ്റെ തുടക്കത്തിൽ ക്യൂൺ എലിസബത്താണ്, ഈ സെമ്മിൻ്റെ അവസാനിപ്പിക്കുന്ന ഭാഗത്തേക്ക് അടുക്കുമ്പോഴേക്കും ക്യൂൺ വിക്ടോറിയയാണ്. രണ്ടും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. സോഷ്യൽ ലൈഫ്, മൊറാലിറ്റി, ചൈൽഡ് ലേബർ, റിലീജിയസ് റീഫോർമേഷൻസ്, എഡ്യൂക്കേഷൻ പോളിസി, ഇങ്ങനെ തുടങ്ങി ഓരോ മേഖലകൾ തിരിച്ച് അതിന് കൃത്യമായിട്ട് ഓരോന്നിനെയും വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. അപ്പോൾ നമ്മളിനി അധികം ഒരു ആമുഖമില്ലാതെ തന്നെ നേരിട്ട് മൊഡ്യൂൾ 3ലേക്ക് കടക്കുകയാണ്. എന്താണ് ടോപ്പിക് എന്ന് ഞാൻ ഓൾറെഡി വിശദമാക്കി കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് പോകാം. വിക്ടോറിയൻ ഇറ, ദ ഡെത്ത് ഓഫ് വില്യം III ആണ് വില്യം ഓഫ് ഓറഞ്ച് എന്ന് പറയുന്നത്. ഇത് വില്യം IV ആണ്. ഇൻ 1837 1837 prepared the way for the Victorian age. Victorian era of British history was the period of Queen Victoria's reign from 20th June 1837 to 22 January 1901. അപ്പോൾ ഒരു ഏകദേശ കണക്കെടുത്താൽ 37 മുതൽ നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ 907 വരെ ആണെങ്കിൽ 70 വർഷം. ഇവിടെ 70 ഇല്ല, 63-62 വർഷം, 4 വർഷത്തോളം ക്യൂൺ വിക്ടോറിയയുടെ തന്നെ ഭരണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഭരണാധികാരിക്ക് ഇത്രയധികം സമയം ഒരു രാജ്യത്തെ ഭരിക്കാനായിട്ട് കിട്ടുക. അപ്പോൾ വളരെ വലിയൊരു മാസീവ് ചേഞ്ച് അല്ലെങ്കിൽ റെവല്യൂഷൻ ഇൻ എവറി ഫീൽഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം അത്രയധികം മാറ്റങ്ങൾക്കുള്ള സ്കോപ്പ് ഇവിടെ നിലനിൽക്കുകയാണ്. വളരെ റീസെൻ്റായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചെറിയൊരു കാലഘട്ടമല്ല ഭരിക്കാൻ കിട്ടിയിരിക്കുന്നത്, 64 വർഷമാണ്. അപ്പോൾ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇറ്റ് വാസ് എ ലോങ് പീരീഡ് ഓഫ് പീസ്, പ്രോസ്പെരിറ്റി, റിഫൈൻഡ് responsiveness and national self-confidence for Britain. As a monarch, Victoria won the affection and confidence of the English people. It was an era of industrial revolution at home and aggressive imperialism abroad. സ്വന്തം രാജ്യത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഏറ്റവും വലിയ പടവുകൾ കയറിയിറങ്ങുമ്പോഴും അതിനോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ അഗ്രസീവായിട്ടുള്ള ഇമ്പീരിയലിസം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ക്യൂൺ വിക്ടോറിയ. ദ പീരീഡ് ഓൾസോ വിറ്റ്നസ്ഡ് ഗ്രേറ്റ് സയൻറ്റിഫിക് പ്രോഗ്രസ് ആൻഡ് കൾച്ചറൽ അഡ്വാൻസ്മെൻറ്റ്. ഇൻഡസ്ട്രിയലിസം മാത്രമല്ല, അഗ്രികൾച്ചറൽ മേഖലയിലും സയൻസിൻ്റെ ഫീൽഡിലും വരുത്തിയ സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ വലിയ പ്രതീക്ഷ കൊടുക്കുന്നതായിരുന്നു.
She was the Empress of India from 1876 to 1901. When 18-year-old Victoria came to the throne in 1837, victorious over revolutionary and Napoleonic France had increased Britain's influence and standing abroad. The population of the country doubled during this period. It was during the period that aristocracy was yielding to democracy. 18-ാം വയസ്സിൽ അധികാരത്തിലേക്ക് വന്ന ക്യൂൺ വിക്ടോറിയയുടെ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇംഗ്ലണ്ട് സാക്ഷ്യം വഹിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് ഇംഗ്ലണ്ട് അരിസ്റ്റോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകാധിപത്യത്തിനും അല്ലെങ്കിൽ നൊബിലിറ്റിക്കും പ്രാധാന്യം കൊടുക്കുന്നതിൽ നിന്ന് മാറി ജനാധിപത്യത്തിലേക്ക് വഴിമാറിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ബട്ട് ദർ വർ ഇൻറ്റൻസ് പ്രഷർ ടു എ റൈസിംഗ് പോപ്പുലേഷൻ, റൂറൽ അൺഎംപ്ലോയ്മെൻറ്റ്, മൈഗ്രേഷൻ ടു ദ ടൗൺസ്, ടുഗെദർ വിത്ത് ദ ഹൊറൻഡസ് കണ്ടീഷൻ ഇൻ വിച്ച് മെനി പീപ്പിൾ ലിവ്ഡ് ആൻഡ് വർക്ക്ഡ് വേർ മേജർ ചാലഞ്ചസ്. പ്രധാനപ്പെട്ട കുറേ വെല്ലുവിളികൾ അന്നത്തെ കാലത്ത് അവരും നേരിട്ടിരുന്നു. വിക്ടോറിയയുടെ പീരീഡിലും ഇംഗ്ലണ്ട് നേരിട്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് അൺഎംപ്ലോയ്മെൻറ്റ് എവിടെ? റൂറൽ മേഖലയിൽ. നഗരമേഖലകളിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. കാരണം അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ അതിൻ്റെ ഏറ്റവും പീക്ക് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ മൈഗ്രേഷനാണ്. ടൗൺസിലേക്ക് ആളുകൾ കൂട്ടമായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരിക. അപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ വളരെ താഴ്ന്ന രീതിയിലേക്ക് പോകാനായിട്ടത് കാരണമായി തീരും. Able administrators and parliamentarians helped her to achieve great reputation. Immediately after her accession, Lord Melbourne, the then Prime Minister, paid her every attention and instructed her in the duties of constitutional sovereign. ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള സ്വയം ഭരണത്തിന് ഇംഗ്ലണ്ടിനെ പ്രാപ്തയാക്കുന്നതിന് ക്യൂൺ വിക്ടോറിയയുടെ ഭരണകാലഘട്ടം സാക്ഷ്യം വഹിച്ചു. അതിൽ ക്യൂൺ വിക്ടോറിയയെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ക്യൂൺ വിക്ടോറിയയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മെൽബൺ. Two important figures in this period were the Prime Minister William Ewart Galston and Benjamin Disraeli. ഡിസറൈലിനെയും അതുപോലെ തന്നെ ഗാൽസ്റ്റോണെയും നമ്മൾ പല ആവർത്തി കണ്ടു കഴിഞ്ഞാണ് അവരെ പറ്റി സെപ്പറേറ്റ് പഠിച്ചതാണ്. റെപ്രസെൻറ്റിംഗ് വിഗ് ആൻഡ് ടോറി പാർട്ടി റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഗാൽസ്റ്റോൺ വിഗ് പാർട്ടിയിൽ നിന്നും ഡിസറൈലി ടോറി പാർട്ടിയിൽ നിന്നും. ഇൻ 1840 ഷീ മാരീഡ് ഹെർ ജർമ്മൻ കസിൻ ആൽബർട്ട്. ആൽബർട്ടിനെ വിവാഹം കഴിച്ചു 1840. 37 അധികാരത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ 18 വയസ്സാണ്. 37 നിന്ന് 40 എത്തുമ്പോൾ 21 വയസ്സിലാണ് ആൽബർട്ടിനെ കല്യാണം കഴിക്കുന്നത്. വിക്ടോറിയാസ് മാരേജ് ടു ദി ഏർണസ്റ്റ് യങ് ജർമ്മൻ പ്രിൻസ് helped to establish the modern role of the British monarchy. Victoria and Albert quickly grasped the significance of the monarchy's new function. എങ്ങനെയായിരിക്കണം ഒരു ഭരണാധികാരി എന്നുള്ളതിനെക്കുറിച്ചും എങ്ങനെയായിരിക്കണം ഒരു തികഞ്ഞ ഭരണരീതി എന്നുള്ളതിനെക്കുറിച്ചും നല്ല ബോധ്യം വിക്ടോറിയയ്ക്കും ഉണ്ടായിരുന്നു, ആൽബർട്ടിനും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ആൽബർട്ട് whose growing domination over his wife forced Victoria to take an interest in matters such as science and literature and even industrial progress. Albert also interested in the welfare of the British people and good companion of Queen. ആൽബർട്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചെടുത്ത് അദ്ദേഹം വളരെ ശക്തമായിട്ട് ഒരു പക്ഷേ ക്യൂൺ വിക്ടോറിയയേക്കാൾ പോപ്പുലർ ആവാൻ തുടങ്ങിയെന്ന് വിക്ടോറിയയ്ക്ക് തോന്നിയ കാലഘട്ടത്തിൽ വിക്ടോറിയ കൂടുതലായിട്ടും ഇംഗ്ലണ്ടിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടാനായിട്ട് തുടങ്ങി. സയൻസിൽ, ലിറ്ററേച്ചറിൽ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻഡസ്ട്രിയലൈസേഷനിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഹി ഡിവോട്ടഡ് ടു ഹിസ് ലൈഫ് ടു ദ സർവീസ് ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലണ്ടിന് വേണ്ടി സ്വന്തം ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുത്തു. 64 വർഷം ഭരണത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ 18-ാമത്തെ വയസ്സിൽ ഭരണത്തിൽ കയറി. അപ്പോൾ 82 വയസ്സ് വരെ ജീവിച്ച വ്യക്തി ജീവിതത്തിൻ്റെ
90% സമയവും രാജ്യത്തിന് വേണ്ടി ചെലവഴിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പോപ്പുലർ ആവാനായിട്ട് കാരണമായി തീർന്നത്. He proved to be much better counselor for the Queen than any politician. In 1861, Prince Albert died. It was a heavy blow to the Queen. For a long time, she refused to live a public life. The Queen died in 1901. 1861 അദ്ദേഹത്തിൻ്റെ മികച്ച കമ്പാനിയനായിരുന്ന ആൽബർട്ട്, ഹസ്ബൻഡും കമ്പാനിയനും ഒപ്പം തന്നെ മാർഗദർശിയുമായിരുന്ന ആൽബർട്ട് മരിച്ചതോടുകൂടി ക്യൂണിന് ഒരു പബ്ലിക് ലൈഫിൽ അല്ലെങ്കിൽ കൂടുതലായിട്ടും ജനങ്ങളുമായിട്ട് അടുത്തിടപഴകുന്ന ഒരു രീതിയിലേക്ക് കടന്നു വരാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. 1901 ആ ഒരു ധീരവനിത മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഇനി എങ്ങനെയാണ് ആളുടെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ എന്തൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. നേച്ചർ ഓഫ് വിക്ടോറിയൻ സൊസൈറ്റി. Victorian era in British history is approximately the period between 1820 to 1914, corresponding roughly but not exactly to the period of Queen Victoria's reign. The Victorian age was an age of transition. Transition എന്താ? മാറ്റമാണ്. നിലനിൽക്കുന്ന രീതിയിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള മാറ്റത്തിനെയാണ് ട്രാൻസിഷൻ എന്ന് പറയാം. England was transformed from a feudal and agricultural society into a industrial democracy. വളരെ വലിയ മാറ്റം. ഫ്യൂഡലായാൽ അതിൻ്റെ അർത്ഥം അവിടെ അരിസ്റ്റോക്രസി ആണെന്നാണ്, ഓട്ടോക്രാറ്റിക് ഭരണമാണെന്നാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ സൊസൈറ്റിയാണ്, കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു ജനസമൂഹം. ഇവിടെ രണ്ടിലും മാറ്റം വന്നു. അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് വഴി മാറിയപ്പോൾ ഫ്യൂഡലിസം ഡെമോക്രസിക്ക് വഴിമാറി കൊടുക്കേണ്ടതായിട്ട് വന്നു. അതാണ് ക്യൂൺ വിക്ടോറിയയുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത്. ഇംഗ്ലണ്ട് ഡ്യൂറിങ് ദിസ് പീരീഡ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ക്ലാസ് ബേസ്ഡ് സൊസൈറ്റി, എ ഗ്രോയിങ് നമ്പർ ഓഫ് പീപ്പിൾ ഏബിൾ ടു വോട്ട്, എ ഗ്രോയിങ് സ്റ്റേറ്റ് ആൻഡ് ഇക്കോണമി, ആൻഡ് ബ്രിട്ടൻസ് സ്റ്റാറ്റസ് ആസ് ദ മോസ്റ്റ് പവർഫുൾ എംപയർ ഇൻ ദ വേൾഡ്. ലോകത്തിനു മുൻപിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഭരണ സംവിധാനമുള്ള സാമ്രാജ്യമായിട്ട് മാറാൻ ഇംഗ്ലണ്ടിന് സാധിച്ചു. കൂടുതൽ പേർക്ക് വോട്ടവകാശം, ഏറ്റവും വേഗത്തിൽ വളരുന്ന ഇക്കോണമി, അതുപോലെ തന്നെ ബ്രിട്ടനാണ് ലോകത്തിലേക്കും വെച്ച ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യം എന്നുള്ള, അല്ലെങ്കിൽ ഏറ്റവും വലിയ സാമ്രാജ്യം എന്നുള്ള ഒരു പദവി അവർക്ക് ഈ കാലഘട്ടത്തിലാണ് അനുവദിക്കപ്പെട്ടത്. ഡ്യൂറിങ് ദ വിക്ടോറിയൻ പീരീഡ് ബ്രിട്ടൻ വാസ് എ പവർഫുൾ നേഷൻ വിത്ത് റിച്ച് കൾച്ചർ. England had a stable government. It also controlled a large empire, and it was wealthy in part because of its degree of industrialization and its imperial holdings, and in the spite of the fact that 3/4 or more of its population was working class. She epitomized the values of the era and carved out a new role for the monarchy. അപ്പോൾ അതിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെയുള്ളവരിൽ ബഹുഭൂരിപക്ഷവും വർക്കിംഗ് ക്ലാസ് ആയിരുന്നു. പണിയെടുക്കാൻ തയ്യാറായിട്ടുള്ള ജനവിഭാഗം. അവർ പണിയെടുക്കാൻ തയ്യാറാകുന്ന ജനവിഭാഗം ആയതുകൊണ്ട് തന്നെ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് രാജഭരണത്തിൽ നിന്ന് എന്ത് നേട്ടം രാജ്യത്തിനുണ്ടാക്കി കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ക്യൂൺ വിക്ടോറിയയ്ക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. ആ ധാരണയാണ് അവരെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരുന്നത്. സോഷ്യൽ സ്ട്രക്ചർ. ഇനി എന്താണ് സൊസൈറ്റി, എങ്ങനെയാണ് സൊസൈറ്റിയുടെ ഒരു സ്ട്രക്ചർ എന്ന് നോക്കാം. വിക്ടോറിയൻ സൊസൈറ്റി വാസ് ഓർഗനൈസ്ഡ് ഹയറാർക്കിക്കലി വൈൽ റേസ്, റിലിജിയൻ, റീജിയൻ and occupation were all meaningful aspects of identity and status. The main organizing principle of Victorian society were gender and class. രണ്ട് രീതിയിലാണ് മെയിനായിട്ടും ആളുകളെ തരംതിരിച്ചിരുന്നത്. ഒന്ന് സെക്സ് അല്ലെങ്കിൽ ജെൻഡറിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ക്ലാസ് ഏതാണോ ആ ക്ലാസിൻ്റെ കാറ്റഗറി.
അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മളിവിടെ പറഞ്ഞു വരുന്നുണ്ട്. ഓൾദോ it was a peaceful and prosperous time, there were still issues within a social structure. The social classes of this era included upper class, middle class and lower working class. 3 തരം ക്ലാസ്സായിട്ട് ഇവർ തിരിച്ചിരുന്നെങ്കിലും അതിലും ചെറിയ ചെറിയ സോഷ്യൽ എലമെൻറ്റിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ക്ലാസ് സ്ട്രഗിളിനുള്ള സാധ്യതകൾ അവിടെ നിലനിന്നിരുന്നു. പക്ഷെ അതിനൊക്കെ വിക്ടോറിയയുടെ ഭരണകാലഘട്ടത്തിൽ അവർ കൃത്യമായിട്ട് ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇനി ഫസ്റ്റത്തെ ക്ലാസ് ഏതാണെന്നാണ്, ഡിവിഷനാണ് സൊസൈറ്റിയുടെ. അപ്പർ ക്ലാസ് വാസ് ഇൻ എ പവർഫുൾ പൊസിഷൻ, ഗിവിംഗ് ദം അതോറിറ്റി, better living condition and other facilities. Those who were fortunate enough to be in the upper class did not usually perform manual labor. Instead, they were landowners and hired lower class workers to work for them or made investment to create a profit. അപ്പോൾ അപ്പർ ക്ലാസ് എന്ന് പേര് മാത്രമല്ല, അപ്പർ ക്ലാസ്സിന് സാധാരണക്കാർ ചെയ്യുന്ന പോലത്തെ കൂലിക്കുള്ള പണികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് കുറേ ഭൂമി ഉണ്ടാവും. ആ ഭൂമിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്ത് അവരെ കൊണ്ട് അവിടെ പണിയെടുപ്പിച്ച് മാക്സിമം പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അവർ ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കും, അവർ പൈസ മുടക്കുന്നു, ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പണം മുടക്കുന്നവരായിരിക്കും അവരെയാണ് അപ്പർ ക്ലാസ് എന്ന് വിളിക്കുന്നത്. ദിസ് ക്ലാസ് വാസ് ഡിവൈഡഡ് ഇൻ ടു 3 സബ് കാറ്റഗറീസ്: റോയൽ, ദോസ് ഹൂ കെയിം ഫ്രം റോയൽ ഫാമിലി; മിഡിൽ അപ്പർ, ഇമ്പോർട്ടൻറ്റ് ഓഫീസേഴ്സ് ആൻഡ് ലോർഡ്സ്; ആൻഡ് ദി ലോവർ അപ്പർ, വെൽത്തി മെൻ ആൻഡ് ബിസിനസ് ഓണേഴ്സ്. അപ്പർ ക്ലാസ് എന്നുള്ള പേര് മാത്രമല്ല, അപ്പർ ക്ലാസ്സിൽ തന്നെ 3 സബ് ഡിവിഷൻ. അതിലൊന്നാമത്തേത് നോക്കുക, റോയൽ അപ്പർ. അതായത് ഈ പറയുന്ന രാജകുടുംബത്തിൻ്റെ തായ് വഴിയിൽപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ അവരെ റോയൽ അപ്പർ എന്നാണ് വിളിക്കുക. അവർ കൃത്യമായിട്ടും രാജകുടുംബവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരായിരിക്കും. രണ്ടാമത്തേത് മിഡിൽ അപ്പർ. മിഡിൽ അപ്പർ എന്ന് പറയുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട മേഖലകളിൽ ജോലി ചെയ്യുന്ന, തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിൽ, മന്ത്രിയുടെ പോസ്റ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന ഗവൺമെൻറ് ഓഫീസുകളിൽ പാർലമെൻറ്റ് മെമ്പറൊക്കെ ആയിരിക്കുന്ന ആൾക്കാരെയാണ് എന്തെന്ന് പറയുക, മിഡിൽ അപ്പർ എന്ന് പറയും. ഇനി ഒരു ലോവർ അപ്പർ ക്ലാസ് ഉണ്ട്. അവരവരുടെ കഴിവും അവരുടെ അധ്വാനവും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള കാറ്റഗറിയാണ്. അവരെയാണ് ലോവർ മിഡിൽ എന്ന് പറയുന്നത്. അവർ ചിലപ്പോൾ ബിസിനസ് മാൻ ആയിരിക്കും, അല്ലെങ്കിൽ വെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലും പേഴ്സൺ ആയിരിക്കും. ദ അരിസ്റ്റോക്രാറ്റ്സ് ക്യാരി ടൈറ്റിൽ ലൈക്ക് ഡ്യൂക്ക്, മാർക്യൂ, ഏൾ, വിസ്കൗണ്ട് ആൻഡ് ബാരോൺ. അവർക്ക് വിളിക്കപ്പെടുന്ന ചില പേരുകളാണ് ഇതൊക്കെ. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഏൾ എന്ന് കേട്ടിട്ടുണ്ട്, ഡ്യൂക്ക് കേട്ടിട്ടുണ്ട്, ബാരോൺ കേട്ടിട്ടുണ്ട്. ദ ഹെറിഡിറ്ററി അരിസ്റ്റോക്രാറ്റിക് ഫാമിലീസ് by the early 19th century had taken a keen interest in the industrial sector. ഇവർക്ക് പണമുണ്ട്, അഗ്രികൾച്ചർ നടത്താൻ ഭൂമി ഉണ്ടെങ്കിലും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു അറ്റൻഷൻ 19ാം നൂറ്റാണ്ടോടുകൂടി കൃത്യമായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വഴിമാറാൻ തുടങ്ങി. കാരണം കൃഷിയിലൂടെ കിട്ടുന്നതിനേക്കാൾ വലിയ ലാഭമാണ് ഇൻഡസ്ട്രിയൽ മേഖലയിൽ നിന്ന് കിട്ടുന്നതെന്ന് ഇവർ തിരിച്ചറിയാൻ തുടങ്ങി. ദി അപ്പർ ക്ലാസ് വാസ് ബൈ inheritance a royal class. Many aristocrats did not work as for centuries together. Their family had been gathering enough money for each generation to live a luxurious life. അപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രഭുക്കന്മാരൊക്കെ തന്നെ യാതൊരു വിധത്തിലുള്ള ജോലിയും ചെയ്യാതെ ഉള്ള പണത്തെ ഇരട്ടിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് പിന്നാലെ വരുന്ന 3-4 തലമുറയ്ക്ക് ലക്ഷൂറിയസ് ആയിട്ട് കഴിയാനുള്ള അത്രയും സ്വത്ത്, സമ്പത്ത് അവരവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും പണിക്ക് പോയില്ലെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള വക ഉണ്ട്. However, there were a number of aristocrats who managed large industries like mining or shipping, etc. In terms of education, also those belonging
to the rich families got the best tutors to provide education. The fact that they represented the royal class gave these people an advantage at everything. റോയൽ ക്ലാസ്സിൽ പെട്ട ആൾക്കാർക്ക് എല്ലാ വിധത്തിലുള്ള അഡ്വാൻറ്റേജും ഉണ്ട്. അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അവർക്കുള്ള വെൽത്തിനെ വീണ്ടും ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും അപ്പർ ക്ലാസ്സിലോ അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിലോ ജനിച്ച എല്ലാവർക്കും വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. The middle class. Middle class was the next social ranking. The Victorian period was very prosperous for the middle class. Middle class people also owned and managed vast business empires. The middle class population at the very start of the Victorian era was limited to a few. The Industrial Revolution brought about drastic changes in the standard of living of the Victorian middle class. Industrialization opened the doors for more job opportunities and earn a decent living. അപ്പോൾ ഇവിടെ മിഡിൽ ക്ലാസ് പീപ്പിളിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം അവരാണ് ബിസിനസ് ക്ലാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരാണ് വലിയ വലിയ ഫാക്ടറീസും ഇൻഡസ്ട്രീസൊക്കെ ഓൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്നൊരു സാഹചര്യം, അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്നൊരു ഇൻഫ്ലുവൻസ് മറ്റാർക്കും അവിടെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. Industrialization opened the doors for more job opportunities and earn a decent living. The expansion of the middle class during this time was due to the rapid growth of the cities and the economy. The middle class was also referred to as bourgeois and consisted of those who had skilled job to support themselves and their families. The white collar professionals had the ability to move up in the corporate ranking and earn higher salary. അപ്പോൾ ആർക്കാണോ സ്വന്തമായിട്ട് സ്കിൽഫുള്ളായിട്ടുള്ള വർക്ക് അറിയാവുന്നത്, സ്വന്തം ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിലേക്കുള്ള സ്കിൽഫുൾ ജോബ്സ് അറിയാവുന്നവർ, അവർക്ക് അവരെ ബൂർഷോയിസ് എന്നൊരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. പിന്നെയുള്ളത് വൈറ്റ് കോളർ ജോബ് ചെയ്യുന്നവരാണ്. കോർപ്പറേറ്റ് റാങ്കിങ് കിട്ടുന്ന, അല്ലെങ്കിൽ അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച്, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഹയർ സാലറിയിൽ അവർക്കും ജോലി ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ടു ഹാവ് കണക്ഷൻ ടു ദോസ് ഇൻ പവർഫുൾ പൊസിഷൻ ആസ് ദേ വെർ ഏബിൾ ടു ഗെറ്റ് ജോബ്സ് മോർ ഈസിലി. വളരെ എളുപ്പത്തിൽ അവർക്ക് ജോലികളും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ബന്ധങ്ങളെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തും. മോറോവർ, മിഡിൽ ക്ലാസ് വാസ് ഓൾസോ ഡിവൈഡഡ് ഇൻ ടു 2 categories, higher level and lower level. People from the lower middle class typically worked for those in the higher level. അപ്പോൾ മിഡിൽ ക്ലാസ്സിൽ പിന്നെയൊരു സെപ്പറേഷൻ ഉണ്ട്. ഹയർ ലെവലിൽ നിന്നുണ്ട്, ലോവർ ലെവലിൽ നിന്നുണ്ട്. അതിൽ പീപ്പിൾ ഫ്രം ദി ലോവർ മിഡിൽ ക്ലാസ് ടിപ്പിക്കലി വർക്ക്ഡ് ഫോർ ദോസ് ഇൻ ദി ഹയർ ലെവൽ. ഹയർ ലെവലിലുള്ള ആൾക്കാർക്ക് സഹായകരമാവുന്ന രീതിയിൽ ലോവർ ലെവലിലുള്ള ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുകയും അവരെ കൂടുതലായിട്ട് അവരുടെ വർക്കിൽ സഹായിക്കുകയുമാണ് ചെയ്യുന്നത്. ഇനിയുള്ളത് വർക്കിംഗ് ക്ലാസ് ആണ്. ലാസ്റ്റ് കാറ്റഗറിയാണ്, മൂന്നാമത്തെ ടീമാണ് വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത്. The next among the social hierarchy were the working class. This class remained aloof to the political progress of the country and was hostile to other 2 classes. ഇവർക്ക് പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഇടപെടാനായിട്ട് പറ്റില്ല. മറ്റ് ഉയർന്ന 2 ക്ലാസ്സുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് സേവനം ചെയ്തുകൊണ്ട് നിലനിൽക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഗ്രൂപ്പാണ് വർക്കിംഗ് ക്ലാസ്. This working class was further categorized as the skilled workers and the unskilled workers. Due to the Industrial Revolution, the skilled workers get jobs, thus improving their living condition. However, the unskilled workers who were placed below the skilled one
remained unemployed and were vulnerable to the exploitation. The working class was also the worst affected class in the Victorian times. അപ്പോൾ ഈ വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഗ്രൂപ്പ് ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. അവരിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്. സ്കിൽഡ് ലേബർ ഉണ്ട്, അൺസ്കിൽഡ് ലേബർ ഉണ്ട്. സ്കിൽഡ് ലേബർ ആണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കാനും അയാൾക്ക് ഹയർ സാലറി മേടിക്കാനൊക്കെ സാധിക്കും. നേരെ മറിച്ച് അയാൾ അൺസ്കിൽഡ് ആണെങ്കിൽ ഈ സ്കിൽഡ് ലേബേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷനാണ് അൺസ്കിൽഡ് ലേബർക്ക് കിട്ടുക. വലിയ സാലറിയോ മികച്ച രീതിയിലുള്ള ലിവിങ് കണ്ടീഷനോ അയാൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റില്ല. ദ ലാക്ക് ഓഫ് മണി റിസൾട്ടഡ് ഇൻ എ നെഗ്ലിജിബിൾ ഫുഡ് സപ്ലൈ. They did not have access to clean water and food, education for their children or proper clothing. ഈ വിഭാഗത്തിന് ഭക്ഷണമോ വെള്ളമോ അവരുടെ മക്കൾക്ക് എഡ്യൂക്കേഷനോ എന്തിന് കൃത്യമായിട്ട് വസ്ത്രം പോലും ധരിക്കാൻ കിട്ടാത്ത സാഹചര്യമാണ് വർക്കിംഗ് ക്ലാസ്സിന് ഇംഗ്ലണ്ടിൽ അനുഭവിക്കേണ്ടി വന്നത്. For some working families, the living condition were so pathetic that they required to their children to work in order to bring home some extra income to survive. ചില ഫാമിലികളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരം. കാരണം അവർക്ക് ജീവിക്കാനുള്ള വക കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അവിടുത്തെ കുഞ്ഞു കുട്ടികൾ വരെ ജോലിക്ക് പോകേണ്ട സാഹചര്യവും വീട്ടിലേക്ക് എന്തെങ്കിലും ഏൺ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇംഗ്ലണ്ടിൽ ഉണ്ടാവാനായിട്ട് തുടങ്ങി. The death of their father meant that there is no income to the family and they eventually forced to live on streets or some public housings. There were some families which would reside a single room just to have a shelter over their head. The conditions were so brutal for the working class that at times children were forced to work away from their parents. Many workers resorted to the use of drugs like opium and alcohol to cope with their hardship. അപ്പോൾ ഈ കുട്ടികളെ കൂടി പണിക്ക് വിട്ടിട്ട് പോലും സ്വന്തം വീട്ടിലേക്ക് വേണ്ട വരുമാനം കണ്ടെത്താൻ കഴിയാതെ വരുന്ന സാഹചര്യം പല വീടുകളിലും ഉണ്ടാവാൻ തുടങ്ങി. മറ്റു പല വീടുകളിലും അച്ഛനോ അല്ലെങ്കിൽ ഏണിംഗ് മെമ്പറോ മരിച്ചു കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഭാരം മുഴുവൻ ചുമക്കാൻ ആളില്ലാത്തൊരവസ്ഥ വരികയും അവർ ഏതെങ്കിലുമൊക്കെ ഒരു ഷെൽട്ടർ ഹോമിൽ പോയിട്ട് അഭയം പ്രാപിക്കേണ്ടി വരികയും ചെയ്യാം. അങ്ങനത്തെ ക്യാമ്പുകളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ തലയ്ക്ക് മുകളിലൊരു ഷെൽട്ടർ ഉണ്ടെന്ന് തന്നെയുള്ളൂ. അല്ലാതെ ഭക്ഷണമോ വെള്ളമോ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവർക്ക് കിട്ടിക്കൊള്ളണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. ഇത്തരത്തിൽ ജീവിതം വളരെ ദുസ്സഹമാവാനായിട്ട് തുടങ്ങിയപ്പോൾ ഈ പറയുന്ന വർക്കിംഗ് ക്ലാസ്സിൽ പലരും മയക്കുമരുന്നിനും മദ്യത്തിനൊക്കെ അടിമകളായി സ്വന്തം വിഷമങ്ങളെ മറക്കാനും സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള മാർഗങ്ങളായിട്ട് മദ്യത്തിലും മയക്കുമരുന്നിലൊക്കെ അഭയം പ്രാപിക്കാനും തുടങ്ങി. Beside the three social divisions, there was an underclass also incorporated in England's social system during the Victorian era. ഇപ്പോൾ നമ്മൾ 3 ക്ലാസ്സിനെ പറ്റി പറഞ്ഞു. അപ്പർ ക്ലാസ് പറഞ്ഞു, മിഡിൽ ക്ലാസ് പറഞ്ഞു, വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ ലോവർ ക്ലാസ് പറഞ്ഞു. ഇനി ഇതൊന്നും കൂടാതെ നാലാമതൊരു ക്ലാസ്സും കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് അണ്ടർ ക്ലാസ്. ഇനി എന്താണ് അവരുടെ ഒരു റോള്, ഈ സോഷ്യൽ സ്ട്രാറ്റയിൽ അവരുടെ റോൾ എന്താണെന്ന് നോക്കാം. അണ്ടർ ക്ലാസ് വേർ ദോസ് ഹൂ വേർ ഹെൽപ്ലെസ് ആൻഡ് ഡിപ്പെൻഡഡ് ഓൺ ദി സപ്പോർട്ട് ഓഫ് അതേഴ്സ്. വയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു വശം തളർന്നു കിടക്കുകയോ അല്ലെങ്കിൽ മനോവൈകല്യമുള്ളവർ, ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുള്ളവർ, അവരൊക്കെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെയാണ് അണ്ടർ ക്ലാസ് എന്ന് പറയുന്നത്. അവർ നമുക്ക് ഒരു രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റില്ല. എന്ന് വെച്ച് ഞാൻ നെഗറ്റീവായിട്ടുള്ളൊരു സെൻസിലല്ല കേട്ടോ പറഞ്ഞത്. അവരെ ഇക്കണോമിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി രാജ്യത്തിന് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റില്ല. അപ്പോൾ അവർ ഡിപ്പെൻഡൻ്റ് എന്നുള്ളൊരു കാറ്റഗറിയിൽ അണ്ടർ ക്ലാസ് എന്ന പേരിൽ മറ്റൊരു വിഭാഗമായിട്ട് നിലനിർത്തിയിരിക്കുകയാണ്. The poor and young orphans relied on the donations to survive. Some women who were unskilled and could not get any job became prostitutes
ഇൻ ഓർഡർ ടു മേക്ക് എ ലിവിങ്. അപ്പോൾ അവിടെ ഓഫൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, കാരണം അവർക്ക് വേറെ ആരും താങ്ങായിട്ടും തണലായിട്ടും നിൽക്കാനില്ല. അപ്പോൾ ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യുന്ന പൈസ കൊണ്ടായിരിക്കും അവർ ജീവിക്കുക. പക്ഷെ വേറൊരു വലിയ വിഭാഗമുണ്ട്, കല്യാണം കഴിക്കാത്ത എന്നാൽ സ്കിൽഡ് അല്ലാത്ത ഒരു ജോലിയും ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരു വിഭാഗം, സെക്ഷൽ വർക്കിലൂടെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്, വേശ്യാവൃത്തിയിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അവരെയൊക്കെ ചേർത്ത് വിളിക്കുന്ന ഒരൊറ്റ സിംഗിൾ പേരാണ് അണ്ടർ ക്ലാസ്. ആസ് ദേ were extremely controversial, Parliament voted to pass the Contagious Diseases Act, which allowed prostitution in military towns but meant that women had to be forcibly checked for diseases. The act was meant to protect the men from contacting diseases, not the women from being harmed. അപ്പോൾ ഒരു ആക്ട് പാസ്സാക്കുകയാണ്, വേശ്യാവൃത്തി നടത്തുന്നവർക്ക് തന്നെ മറ്റെന്തെങ്കിലും ഡിസീസുകളുണ്ടോ, അസുഖങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് അതിനെ നിർബന്ധമായിട്ടും അറിഞ്ഞു വെക്കണം. കാരണം ഇവരുമായിട്ട് ബന്ധത്തിലേർപ്പെടുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഈ ഒരു വേശ്യാവൃത്തി അവിടെ നിന്ന് ഇല്ലാതാക്കാനല്ല നോക്കുന്നത്, അത് ചെയ്യേണ്ടവർ ചെയ്തോട്ടെ, പക്ഷെ അവർ സേഫായിരിക്കണം, സെക്വേർഡായിരിക്കണം, മറ്റുള്ളവർക്ക് അത് പകരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്രയ്ക്കുള്ള നിയമമാണ് ഇംഗ്ലണ്ട് ഇപ്പോൾ പാസ്സാക്കിയിട്ടുള്ളൂ. The act was meant to protect the men from contacting diseases, not the women from being harmed. This mistreatment created a strong feminist movement among Victorian women who yearned for fair treatment. ഞാൻ പറഞ്ഞല്ലോ, ആണുങ്ങൾക്ക് ഈ രോഗം വരാതിരിക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്, അല്ലാതെ ഈ രോഗമുള്ളവരെ ട്രീറ്റ് ചെയ്യണമെന്നോ വേശ്യാവൃത്തി ഇല്ലാതാക്കണമെന്നോ അങ്ങനെയൊന്നല്ല പറയുന്നത്. അപ്പം അത് സ്ത്രീകളെ അപമാനിക്കലാണെന്നുള്ള തിരിച്ചറിവ് ഫെമിനിസ്റ്റ് ചിന്താഗതികൾ ഉയർന്നു വരാനായിട്ട് ആ കാലഘട്ടത്തിൽ കാരണമായി തീർന്നു. ഫൈനലി ഇൻ 1885 Parliament passed Criminal Law Amendment Act, which raised the age of consent and prohibited the use of brothels. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകളെ മോശമായിട്ടുള്ള ഇതിനെ ഉപയോഗിക്കുന്നതിനെ നിയമപരമായിട്ട് തന്നെ നേരിടാനുള്ള നിയമം 1885 ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കി. സ്റ്റാറ്റസ് ഓഫ് വുമൺ. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതിൽ പ്രധാനപ്പെട്ട കാറ്റഗറി വുമൺ തന്നെയാണ്. വുമൻസിന് ജീവിതത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മറ്റു പല ജോലികളും ചെയ്യേണ്ടി വരുന്നു എന്ന സാഹചര്യം ഇംഗ്ലണ്ടിൽ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ അതിനെ മറികടക്കാൻ, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് കിട്ടിയിരുന്ന സമൂഹത്തിലൊരു പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. The rights and the privilege of Victorian women were limited, and both single and married women had to live with hardship. ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീ ആണെങ്കിലും മാരേജ് ചെയ്ത സ്ത്രീ ആണെങ്കിലും സ്ത്രീയുടെ ജീവിതം ഇത്തിരി ദുസ്സഹം തന്നെയായിരുന്നു. ഹാർഡ്ഷിപ്പ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഡ്യൂറിങ് ദ വിക്ടോറിയൻ era, women did not have the right to vote, go to court or own property. 3 കാര്യങ്ങളില്ല: വോട്ടവകാശമില്ല, പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ പാടില്ല, ഇതൊക്കെ കൂടാതെ ഇവർക്ക് കോർട്ടിലേക്ക് ഒരു നീതിക്ക് വേണ്ടി പോകാനുള്ള സാഹചര്യം പോലുമില്ല. There were sharp distinctions between men's and women's right during this era. Men were allotted more stability, financially status and power over their homes and women. At the same time, working class women participated in the rapid workforce in increasing number following the Industrial Revolution. സ്ത്രീകൾക്ക് യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളും കൊടുക്കാതെ അവർക്ക് പണം ഉപയോഗിക്കാനുള്ള അവസരമില്ല, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പവർ, അതും രാജ്യത്തിൽ മാത്രമല്ല വീട്ടിൽ പോലും പവർ ഉപയോഗിക്കാനുള്ള അവകാശം സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്നൊരു കാലഘട്ടം. അതുപോലെ തന്നെ ഇവരെ കൂടുതലായിട്ട് വളരെ ലാർജ് സ്കെയിലിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയും ഇംഗ്ലണ്ടിൽ കൂടുതലായിരുന്നു. At the same time, working women participated in the rapid workforce in the increasing number following the Industrial Revolution. Feminist ideas spread among the educated middle classes. Discriminatory laws were repealed. The women's suffrage movement gained momentum in the last years of the Victorian era. In the Victorian era, women were seen by the middle classes at least as belonging to the domestic sphere, and this stereotype required them to provide their husbands with a clean home, to put food on the table, and the rise of their children. ഇവിടെ സ്ത്രീകളെ പരിഗണിക്കുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. 1, വീടും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. 2, കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. 3, മക്കളെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കുക. ഇത് മാത്രമാണ് സ്ത്രീയുടെ ഉത്തരവാദിത്തം എന്ന രീതിയിലേക്ക് അന്നത്തെ സ്ത്രീകളുടെ ഒരു അഭിമാനത്തെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു രീതിയായിരുന്നു ഇംഗ്ലണ്ടിൽ ഫോളോ ചെയ്തിരുന്നത്. സ്ത്രീകൾക്ക് പഠിക്കാനുള്ള അവകാശമില്ല, അവർക്ക് പൊളിറ്റിക്കൽ സിനാരിയോയിലേക്ക് കടന്നു വരാനുള്ള അവകാശമില്ല, അവർക്ക് ഏതെങ്കിലും ഒരു മികച്ച ജോലി കണ്ടെത്താനുള്ള സാഹചര്യമില്ലാതിരിക്കുക. അങ്ങനെ ഒരുപാട് മേഖലകളിൽ സ്ത്രീകളെ തരം താഴ്ത്തുന്ന അവസ്ഥ ഇംഗ്ലണ്ടിൽ ഉണ്ടാവാനായിട്ട് തുടങ്ങി. When a Victorian man and woman married, the rights of the woman were legally given over to her spouse. Under the law, the married couple became one entity represented by the husband, placing him in control of all property, earnings and money. എല്ലാ സ്വത്ത് സമ്പാദ്യങ്ങളുടെയും ഉടമസ്ഥൻ ഭർത്താവായിരിക്കും. സ്ത്രീക്ക് യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളും അതിലുണ്ടാവില്ല. വൈഫ്സ് പ്രോപ്പർ റോൾ വാസ് ടു ലവ്, ഹോണർ ആൻഡ് ഒബേ ഹെർ ഹസ്ബൻഡ് ആസ് ഹെർ മാരേജ് വാസ് സ്റ്റേറ്റഡ്. അപ്പോൾ വിവാഹ നിയമങ്ങളിൽ പറയുന്നത് പോലെ സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുക, സ്വന്തം ഭർത്താവിനെ പരിചരിക്കുക, അയാൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുക എന്നുള്ളതാണ് സ്ത്രീയുടെ ഉത്തരവാദിത്തം എന്നാണ് വിക്ടോറിയൻ കാലഘട്ടത്തിൽ വിചാരിച്ചിരുന്നു. A wife's place in the family hierarchy was secondary to her husband. Women's right group fought for the equality and over time made strides in attaining rights and privileges. However, many Victorian women endured their husbands' control and even cruelty, including sexual violence, verbal abuse, and economic deprivation with no way out. അപ്പോൾ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് സ്ത്രീകളെ അപമാനിക്കുക, സ്ത്രീകളുടെ മേൽ ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ നടത്തുക, അതുപോലെ തന്നെ അവർക്ക് പൈസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് അവരെ താഴേക്കിടയിൽ കിടക്കുന്നവരാണെന്ന് മുദ്രകുത്തി അടിച്ചമർത്തുന്ന രീതി, ഇതൊക്കെ ഇംഗ്ലണ്ടിൽ വിക്ടോറിയൻ കാലഘട്ടത്തിലും നിലനിന്നിരുന്ന കാര്യങ്ങളാണ്. While husbands participated in affairs with other women, wives endured infidelity as they had no right to divorce on this ground, and divorce was considered to be a social taboo. These patriarchal social values and roles for men and women are summed up by Alfred Tennyson in his poem The Princess in 1847. അപ്പോൾ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളെ കൃത്യമായിട്ട് വിവരിച്ചുകൊണ്ട് ലോർഡ് ടെന്നിസൺ അദ്ദേഹത്തിൻ്റെ ഒരു കവിത ദ പ്രിൻസസ് എന്ന പേരിൽ കൃത്യമായിട്ട് അന്നത്തെ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് എഴുതിയിരുന്നു. വർക്കിംഗ് വുമൺ നോട്ട് ഓൺലി ഷെയർഡ് ദ ബർഡൻ ഓഫ് ഏർണിംഗ് മണി, but it also gave them a sense of security. Their lives were no longer restricted to be the house and children. The working class woman often had occupation to make ends meet and to ensure family income in the event that a husband became sick, injured or died. The segregation of the large families into nuclear ones also added to the challenge in the woman's life. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭർത്താവ് മരിക്കുകയോ ഭർത്താവിന് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടുകയോ ചെയ്താൽ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഭാര്യ നോക്കേണ്ട ഒരു സാഹചര്യം വരും.
പ്രത്യേകിച്ച് ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ. ജോയിൻറ്റ് ഫാമിലി ആകുമ്പോൾ ഒരാളുടെ ഭർത്താവ് മരിച്ചാലും മറ്റ് ആങ്ങളമാരും മറ്റുള്ളവരൊക്കെ സഹായിക്കാനായിട്ടുണ്ടാവും. പക്ഷെ ന്യൂക്ലിയർ ഫാമിലിയിൽ ഒരു ഭാര്യ, ഭർത്താവ്, അവരുടെ മക്കൾ എന്നുള്ള രീതിയിലേക്ക് ചുരുങ്ങിയപ്പോൾ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു വീടിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും ഏറ്റെടുക്കേണ്ട ബാധ്യത സ്ത്രീകളുടെ തലയിലേക്ക് വന്നു ചേരാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് അവർ ഇത്തരത്തിലുള്ള അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നതും. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് വിക്ടോറിയൻ പീരീഡിലെ വിക്ടോറിയൻ ഇറ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ നേച്ചർ ഓഫ് ദ വിക്ടോറിയൻ സൊസൈറ്റി. വിക്ടോറിയൻ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ യൂറോപ്പിലെ ഏറ്റവും വലിയ എംപയറായിട്ട് മാറാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതും സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇക്കോണമി ആയിട്ട് മാറാൻ ഇംഗ്ലണ്ടിന് സാധിച്ചു എന്നുള്ളതുമാണ്. മറ്റൊന്ന് സോഷ്യൽ സ്ട്രക്ചറാണ്. സോഷ്യൽ സ്ട്രക്ചറിൽ പ്രധാനമായിട്ട് 3 ഗ്രൂപ്പാണ്. 1 അപ്പർ ക്ലാസ്, 2 മിഡിൽ ക്ലാസ്, 3 ലോവർ ക്ലാസ് അഥവാ വർക്കിംഗ് ക്ലാസ്. അത് കഴിഞ്ഞിട്ടും ഒരു സ്ട്രാറ്റയും കൂടിയുണ്ട്, അവരെയാണ് അണ്ടർ ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ഹയർ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ് എന്ന് പറയുന്നവർ ഒന്നുകിൽ അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിലോ നോബിൾ ഫാമിലിയിലോ അല്ലെങ്കിൽ ഒരുപാട് ലാൻഡഡ് പ്രോപ്പർട്ടിയോ സ്വന്തമായിട്ടുള്ളവരാണ്. രണ്ടാമത്തെ കാറ്റഗറി മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഹയർ ഒഫീഷ്യൽസോ അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരു പുതിയ ക്ലാസ്സോ. മൂന്നാമത്തേതെന്ന് പറയുന്നത് വർക്കിംഗ് ക്ലാസ്സാണ്. അവരുടെ പേരിൽ തന്നെയുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം വിധിക്കപ്പെടുന്ന, സ്വന്തമായിട്ട് സ്കിൽഡായിട്ടോ അൺസ്കിൽഡായിട്ടോ ലേബേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരെയാണ് വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത്. അണ്ടർ ക്ലാസ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, സിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മൂലം ജോലി ചെയ്യാനോ ജോലി ലഭിക്കാതെയോ പോകുന്ന ഒരു വിഭാഗമാണ്. അവർ ഡിപ്പെൻഡൻറ്റ് ക്ലാസ് ആണ്, അവരെയാണ് അണ്ടർ ക്ലാസ് എന്ന് വിളിക്കുന്നത്. അതിൽ അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖല എന്ന് പറയുന്നത് വേശ്യാവൃത്തിയായിരുന്നു. കാരണം വേറെ ഒരു മേഖലയിലും അവർക്ക് ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്നത്. സ്റ്റാറ്റസ് ഓഫ് വിമണിൽ നമ്മൾ പറഞ്ഞു, സ്ത്രീകളുടെ സ്വാതന്ത്ര്യങ്ങൾ, സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ, സ്ത്രീക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും കുടുംബത്തിൽ പോലും നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു വിക്ടോറിയൻ പീരീഡ്. സ്ത്രീകളെ കൊണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ക്യൂൺ വിക്ടോറിയയുടെ ഭരണകാലഘട്ടം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും ക്യൂൺ വിക്ടോറിയയുടെ കാലഘട്ടത്തിലെ കുറേ മേഖലകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവരും സേഫായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.